ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 70 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ശരിക്കും നമ്മുടെ ആര്യൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നൊരു ദിവസമായിരുന്നു. അടിപൊളി ടാസ്കുകൾ, ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ള ടാസ്കുകളൊക്കെ ആയിരുന്നു. സൂപ്പർ എപ്പിസോഡാണ്. അപ്പോൾ സമയം അധികം കളയുമ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് കേട്ടോ. മോർണിംഗ് സോങ് രാസമലയിലെ കായ്ക്കാൻ മരത്തിലെ ആ പാട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അനീഷ് ക്യാപ്റ്റനെ വിളിക്കണം. ആര്യനെ വിളിച്ചിട്ട് ഷാനവാസിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഷാനവാസില്ലേ, ആ വാൽമാക്ര് നമ്മുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നേ ഇല്ല. അയാൾ ക്യാപ്റ്റനാണ്, പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അയാൾ ഇന്ന് രാവിലെ ഒറ്റയ്ക്ക് ഇവിടെയൊക്കെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തേക്കുന്നു. എന്തൊരു അത്ഭുതമാണ് എന്നൊക്കെ പറയണം. അപ്പം ഇത് എന്നിട്ട് ആര്യം ചെന്നിട്ട് വരുത്തി വയ്ക്കാം ഷാനവാസിൻ്റെ അടുത്തും. അപ്പോൾ ശരിക അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശരിക വരെ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഓരോ ഇഷ്യൂസാണ്. ഞങ്ങൾ എവിടെയാണ് കവറ് കെട്ടി വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കളയേണ്ട എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കവർ ഇങ്ങനെ കെട്ടി വെച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാണ്. എല്ലാവരും ഷാനവാസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാവരും കുളിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ രാവിലെ ബാത്റൂം ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിലും എല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ ക്ലീൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയാം, 4 ദിവസമായി ഇവിടെ ഡ്യൂട്ടി ആയിട്ട് എടുത്തിട്ട് ഇതുവരെ വേസ്റ്റ് എവിടെ കളയേണ്ടതെന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇവരിതുകൊണ്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ അതിനറിയാത്തത്, ഇവർ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ അനീഷും ഒരു കുട്ടി സീൻ ഉണ്ടാക്കി. പക്ഷെ വലിയ ഇതിലേക്ക് പോയില്ല. അപ്പോൾ ഷാനവാസ് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് അവിടെ ഓരോന്ന് പറയുമ്പോഴും ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. പറയും കൂടെ എന്നിട്ട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ കിടക്കും ഷാനവാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ അക്ബറും കുറേ പേര് അവിടെ ഇരിക്കുകയാണ്. എന്താ നമ്മുടെ ആ സോഫയിലൊക്കെ ഇരിക്കുകയാണ്. സോഫയല്ല, ബീൻ ബാഗിലൊക്കെ ഇരിക്കുകയാണ്. അവിടെ ശാരിക, പിന്നെ കുറച്ച് പേര് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ അവിടെയൊക്കെ. അപ്പോൾ ശാരികയെ നോക്കിയിട്ട് എന്താണ് വിഷപ്പാമ്പ് തോൽക്കും വിഷം ചീറ്റുന്നോളെ എന്നൊക്കെ പറഞ്ഞ് ശാരികനെ പറ്റി ഒരു ഒപ്പനപ്പാട്ട് പോലത്തെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അവിടെ അക്ബർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാരഡിയൊക്കെ എന്തൊക്കെയോ കുറേ പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പം മറ്റേ ശാരിക അവിടെ നിന്നിട്ട് ഗ്ലാസ്സിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അതിന് മ്യൂസിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിൽ അനു നമ്മുടെ കിച്ചൺ സ്ലാബിൽ ഇന്നലെ ഇരുന്ന പോലെ തന്നെ കിച്ചൺ സ്ലാബിൽ ഇരുന്നിട്ട് മാവിരുന്ന് ഇളക്കാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി കിച്ചൺ സ്ലാബിൽ ഇരിക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാം. നിനക്ക് ഒന്നെങ്കിൽ ഹൈറ്റുള്ള ആരെങ്കിലും ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇളക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റേ ശരിക പറഞ്ഞിട്ട് പറയാം, അപ്പോൾ കഴിഞ്ഞ ദിവസം നിലത്തിരുന്ന് ചപ്പാത്തി കഴിച്ചതാണ്. ആര് നിലത്തിരുന്ന് ചപ്പാത്തി കഴിച്ച്? നിലത്ത് വെച്ചാൽ അങ്ങനെ നിലത്തല്ല, നിലത്ത് പാത്രം വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിച്ചത്, അതും പ്രശ്നമല്ലേ എന്നൊക്കെ പറയാം. അതിനിടയ്ക്ക് നമ്മുടെ ആര്യൻ ഇവൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കുഴക്കണം, നാളെ സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറയണേ നാളെ ഇനി ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നു. അവനത് കാണിക്കണമായിരുന്നില്ല. നാളെ ഇരുന്ന് സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നാലത് പറഞ്ഞാൽ മതി. അതിന് നേരം മണ്ടരാണോന്നറിയില്ല, പെട്ടെന്നൊരു ആവേശത്തിൽ ചാടി സ്ലാബിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് നിന്നിട്ട് ചിലപ്പോൾ ഇനി നാളെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അത് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല തോന്നുന്നു. അല്ലെങ്കിൽ മേ ബി ആരും ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. അനീഷെങ്ങാനും ആയിരുന്നു കയറിയിരുന്നെങ്കിൽ വീട് രണ്ടാക്കിയാണ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ടും നമ്മുടെ അനു പിന്നെ ടോയ്ലറ്റിൽ പോയാൽ വെള്ളം ഒഴിക്കാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അക്ബറിന് ചൊടിച്ചു. അക്ബർ നീ കണ്ടോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളം നടക്കുന്നത്, വലിയ ഡയലോഗ് അടിക്കാൻ പറ്റും. അപ്പം അനു സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, അപ്പം നിങ്ങളാരും അത് കേട്ടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ശാരിക അവിടെ പറയാം, അത് പറയരുത് നമുക്ക് പെണ്ണുങ്ങൾക്ക് അഗെയിൻസ്റ്റ് തിരിച്ചു പറയും. പെണ്ണുങ്ങളെന്തോ ഹൈജീൻ ഇഷ്യൂ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് അക്ബർ ക്ലീൻ ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെടുത്തിടും എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക പറയാം, അത് പറയണ്ട എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിരുത്തും. എന്നിട്ട് ശരിക്കും നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? അപ്പം ഇപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പറയാം. അതൊക്കെ മതിയോ എന്ന് ചോദിച്ചു. അല്ല അത് പോരാ. അപ്പം എത്ര നാളെ നിങ്ങൾ ഒരേ ഡ്രസ്സിൽ ഇങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പുതിയ ഡ്രസ്സും പിന്നെ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ? അപ്പം വേണം. അപ്പം നമുക്ക് അടുത്ത പടിപ്പുര പ്രവേശനത്തിനുള്ള അടുത്ത ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം. ഒരു 750 പോയിൻറ്റ്സിൻ്റെ ടാസ്ക്കാണിത്. അതിന് നമുക്ക് ത്യാഗിയായിട്ടുള്ളൊരു വ്യക്തിനെ വേണം. അയാൾ എന്തും ത്യജിക്കാൻ റെഡി ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പം എല്ലാവരും അങ്ങനത്തെ ഒരാളെ സെലക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് സെലക്ട് ചെയ്തു. അവരാദ്യം നറുക്കൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ആദില നൂറയുടെ പേരാണ് കിട്ടിയത് കേട്ടോ. ഒരുപക്ഷെ എല്ലാം ത്യജിക്കേണ്ടി വരുന്നത് എല്ലാവരും കൂടെ ആയിരിക്കും എന്നൊക്കെ പറയാം. എന്നിട്ട് ഒരു ഫിസിക്കൽ ടാസ്ക് അല്ല, നിങ്ങൾക്ക് സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും
ഓക്കെ റെഡിയാന്ന് പറയും. അങ്ങനെ ആദില നൂറ നമ്മുടെ ടാസ്ക് ചെയ്യുന്ന റൂമിലേക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു 4 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ ഏത് ഗെയിമിനും തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ് എടുത്തിട്ട് നിങ്ങൾ എന്താണ് ഫാമിലി റൗണ്ടിൽ റെഡിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഫാമിലി റൗണ്ട് വരാൻ പോവുകയാണ്. അപ്പം ഫാമിലി റൗണ്ടിലേക്ക് പോകാൻ നിങ്ങൾ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം ഇവർ ടി വിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ആദില നൂറ അവിടെ നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമായി. അതിൻ്റെ തേർഡ് കാർഡ് ഫാമിലി റൗണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയൊക്കെ ഫാമിലി ഏതെങ്കിലും 3 ഫാമിലീനെ സെലക്ട് ചെയ്യാം. അവരാണ് ഇങ്ങോട്ട് വരേണ്ടതെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ പറയാൻ പറ്റും, അത് പറയാൻ പറ്റില്ല എന്നറിയാം. വേറെ ഏതെങ്കിലും 3 ഫാമിലീനെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്താണ് ശരത്തിൻ്റെ ഫാമിലി, രേണുവിൻ്റെ ഫാമിലി, രേന ഫാത്തിമയുടെ ഫാമിലി. അപ്പോഴേക്കും ഇവിടെ അകത്ത് ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങിയിട്ടാണ്. എല്ലാവരും ഫാമിലീനെ മിസ് ചെയ്യും. പക്ഷേ 2 ആഴ്ച ആയിട്ടുള്ള എന്നാലും എല്ലാവരും ഫാമിലീനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ അതിൻ്റെ 4ാമത്തെ കാർഡ് 750 പോയിൻറ്റ്സ് വേണോ അല്ലെങ്കിൽ ഈ ഫാമിലി വരണ്ട, ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ 3 ഫാമിലി പ്രവേശിക്കാൻ പാടില്ല. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യണത്? ഫാമിലി വരികയാണെങ്കിൽ 750 പോയിൻറ്റ്സ് കിട്ടില്ല. ഫാമിലി വരണ്ടെന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 750 പോയിൻറ്റ്സ് കിട്ടും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാം. അപ്പം ഇവരെന്നെ കൂടി ഡിസ്കസ് ചെയ്യാം. ഫാമിലി മതി എല്ലാവരും ഫാമിലിനെ കാത്തിക്കുക. എല്ലാവരുടെയും ഫാമിലി വരുമ്പോൾ 3 വേറെ ഫാമിലി മാത്രം വന്നില്ലെങ്കിൽ എന്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. അത് ആലോചിക്കാൻ പോലും വയ്യ. നമുക്കൊരു 2 സൂപ്പ് വേണ്ടാന്ന് വെക്കാം, പക്ഷേ ഫാമിലി വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ കൂടെ തീരുമാനിക്കാം. അപ്പം ഇത് ബിഗ് ബോസ് അല്ല, നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറയാം. എന്നിട്ട് ഇവരെ നമ്മുടെ ഫ്രണ്ട് റൂമിലേക്ക് വിടുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് എല്ലാവരും ഭയങ്കര ക്ലാപ്പ് അടിച്ചിട്ട് ഇവരെ സ്വീകരിക്കണം. ഫാമിലി തന്നെ മതി, നമുക്ക് ഫുഡ് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, ഫാമിലി തന്നെ മതി, 750 പോയിൻറ്റ്സ് വേണ്ട എന്നിട്ട് എല്ലാവരും ഭയങ്കര കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇവർ വന്നിട്ട് പറയും എന്താ നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഫാമിലിനെയാണ് ചൂസ് ചെയ്തത്, നമുക്ക് പോയിൻറ്റ്സ് വേണ്ടാന്ന് പറയും. അപ്പം ശരി ഓക്കെ. അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നിയുടെ അടുത്ത് രേണ എന്ന് തോന്നുന്നു ചോദിക്കുക, ചേച്ചി ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു. ഒരു പട്ടിണി നടന്നാലും സാധ്യത ഞാൻ ഫാമിലിനെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ. ഓഫ് കോഴ്സ് നമ്മൾ അതാണല്ലോ ആവശ്യം, നമുക്ക് അത് ഫാമിലിയാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്നൊക്കെ പറയാം. അപ്പോൾ രേണ ചുമ്മാ തമാശയ്ക്ക് ഒരു സാരിക എടുത്ത് പറയാം, ഓ ഞാനാണെങ്കിൽ അതൊന്നും പറയില്ലായിരുന്നു, ചേച്ചി എന്നാലും അടുത്ത ആഴ്ച പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ജസ്റ്റ് ജോക്ക് പോലെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സാരിക ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അയ്യോ തമാശ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടെ ചെല്ലും. അപ്പോൾ അയ്യോ എനിക്ക് എൻ്റെ ദിലീപേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോൻ വന്നാൽ മതിയായിരുന്നു, അവൻ ഭയങ്കര ആഗ്രഹിച്ച ബിഗ് ബോസ് ഹൗസിൽ കയറാൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഓ ഞങ്ങളൊന്നും പറഞ്ഞില്ല, ചേച്ചി ഒന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലോ, ഞങ്ങളെ തമാശയ്ക്ക് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ജസ്റ്റ് പോയി. പിന്നെ അതിൻ്റെ അടുത്ത ടാസ്ക് 4ാമത്തെ ടാസ്ക്കാണ് കേട്ടോ, പണിപ്പുരയിലേക്ക് കയറാനുള്ള 4ാമത്തെ ടാസ്ക്. 5 ടാസ്കുകളുണ്ട്, അതിൽ 4ാമത്തെ ടാസ്കുകളാണിത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേറ്റർ വന്നു. ബിഗ് ബോസ് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിൽ ശരിക്കും എന്താണ് ആവശ്യം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു, മനസ്സിലായില്ലായിരുന്നു തോന്നുന്നു അല്ലേ. ഒരു 10ാമത്തെയോ 11ാമത്തെയോ വീക്കിലാണ് ഈ ഫാമിലി റൗണ്ടൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടേ ഉള്ളൂ, തിരിച്ചിങ്ങോട്ട് ഒന്നും ചോദിച്ചുമില്ല, ഒന്നും ക്ലിയർ ആക്കിയില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ 4ാമത്തെ ടാസ്ക് പറഞ്ഞാൽ അതിനേക്കാളും കഠിനമായിട്ടുള്ള ടാസ്ക് ആയിരിക്കും ഇനി 4 വരാൻ പോണത്. അതിന് 1000 പോയിൻറ്റ്സിൻ്റെ ടാസ്ക്കാണ് വരാൻ പോണത്. എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ധൈര്യശാലികളായ 3 പേരെ നിങ്ങളുടെ ഇടയിൽ ചൂസ് ചെയ്യാന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പേര് ഇങ്ങനെ പറയാം. അപ്പം അതിൻ്റെയൊക്കെ മിക്കവരും പറയുന്നത് നമ്മുടെ ഗിസേലിൻ്റെ പേര്, ആര്യൻ്റെ പേര്, അനീഷിൻ്റെ പേരാണ് മിക്കവരും പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് അഭിലാഷ് വെറൈറ്റി ആയിട്ട് രേണു, രേണ, ശാരിക എന്ന് പറയട്ടോ. അപ്പോൾ ആ ഓപ്ഷൻ കേട്ടോടനെ ആര്യൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പം അഭിലാഷം ദേഷ്യപ്പെടുന്നത് എന്താണ് ചിരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് അഭിലാഷം ദേഷ്യപ്പെടും. അപ്പോൾ ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പം നീ എന്തിനാ കളിയാക്കി ചിരിക്കണമെന്ന് ചിരിക്കും. ഇല്ല ഞാൻ അങ്ങനെ ചിരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടോക്ക് പോലെ ഉണ്ടാവുകയാണ് ഈ സെലക്ഷൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചൂസ് ചെയ്ത 3 ധൈര്യശാലികളാണ് അനീഷ്, ആര്യൻ, ഗിസേൽ. ഇനി അവർ നേരെ ടാസ്ക് റൂമിലേക്ക് കിടക്കുകയാണേ. അപ്പം നമ്മുടെ അനീഷും ആര്യനും ഗിസേലും ആക്ടിവിറ്റി റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് ചോദിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല. അനീഷ് ആദ്യം തന്നെ പറഞ്ഞു ഇല്ല, എന്തിനും തയ്യാറാണോ? അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് അനീഷ് നിൽക്കുന്നു, പിന്നെ ആര്യൻ നിൽക്കുന്നു, പിന്നെ ഗിസേൽ നിൽക്കുന്നു. അപ്പം ഫസ്റ്റ് അനീഷിന് മുമ്പിലൊരു കാർഡുണ്ട്. അപ്പോൾ കാർഡ് എടുത്ത് വായിക്കാൻ പറയും. അപ്പോൾ ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നവരെ സംസാരിക്കാൻ പാടില്ല. അപ്പം അനീഷ് വേഗം മിണ്ടാതിരുന്നു. അപ്പോൾ ആര്യൻ്റെ അടുത്ത് വായിക്കാൻ, ഇപ്പോൾ ആര്യന് വായിക്കാൻ അറിഞ്ഞൂടാ.
അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യും, വായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അനീഷ് മിണ്ടൂല. അത് കഴിഞ്ഞിട്ടും ഗിസയിലും ആര്യനും കൂടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഇതുവരെ ടാസ്ക് തുടങ്ങിയിട്ടില്ല, അനീഷ് നിങ്ങൾക്ക് സംസാരിക്കാം, അനീഷ് മിണ്ടില്ല. ബിഗ് ബോസ് അനീഷ് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം, അനീഷ് മിണ്ടില്ല. അത് കണ്ട് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞ് മറ്റേ വേറെ കണ്ടസ്റ്റൻസിന് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം വായിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം. അപ്പോഴേക്കും അപ്പാന് വന്നിട്ട് വായിച്ചു തരും. എന്നിട്ട് അപ്പാന് അറിയാം വായിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ജ്യൂസ് മുഴുവൻ കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് ആര്യന് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗിസേൽ ട്രാൻസ്ലേറ്റർ ഇപ്പോൾ തന്നെ തലമുണ്ടനം ചെയ്യുക. അപ്പോൾ ഗിസേൽ എന്താണ് ബിഗ് ബോസ്, മേക്കപ്പില്ല, ഡ്രസ്സില്ല, തലയുമില്ല, പിന്നെ എന്ത് ലൈഫാണ് എന്ന് ചോദിക്കപ്പോൾ ആര് പറയാം ഇപ്പോൾ അനീഷ സംസാരിച്ചില്ലെങ്കിൽ ഫുൾ ഷോ പുള്ളിക്ക് കിക്ക് ഔട്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് എടുക്കാമെന്ന്. 1000 പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ 3 ചാലഞ്ചും ചെയ്യണം. ഗിസൽ നീ മുടി മുണ്ടനം ചെയ്യാമോ അനീഷയെ എന്ന് ചോദിക്കട്ടെ. അനീഷാണെങ്കിൽ ഒന്നും മുണ്ടുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ നീ ജ്യൂസ് കുടിക്കാമോ, അതെങ്ങനെ ചെയ്യേ. അനീഷ് പിന്നെ ഒരു റിയാക്ഷനും ഇല്ല, മിണ്ടാണ്ടിരിക്കുകയാണ്. അതിട്ട് ആര്യൻ ഗിസലത്തുറ നീ ജ്യൂസ് കുടിച്ചാൽ ഞാൻ മുട്ടയടിക്കണം, ഫുൾ സീസൺ ഞാൻ മുട്ടയായിരിക്കും, എൻ്റെ രൺബീർ കപൂർ ലുക്കൊക്കെ പോവും, പിന്നെ വെറും കപൂറാവും. 1000 പോയിൻറ്റ്സിന് ഞാൻ മുട്ടയടിക്കണോ? 1000 പോയിൻറ്റ്സ് 1 kg ചിക്കനും 2 മട്ടനും കിട്ടും, അതിനുവേണ്ടി ഞാൻ മുട്ടയടിക്കണോ? അതിന് എന്തായി പറയണേ. അപ്പം അനു അകത്ത് നിന്നിട്ട് പറയാം പിന്നെ എന്തിനാണ് എല്ലാം ഏറ്റെടുത്തതെന്നൊക്കെ പറയാം. അപ്പോൾ റെന അവിടെ നിന്ന് അനീഷ് ചേട്ടൻ പറഞ്ഞതാണ് ശരി, അനീഷ് ചേട്ടൻ ക്ലിയറാണ് ചെയ്യണതെന്നൊക്കെ അകത്തിരുന്ന് റെന പറയുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ആൾ മാറും. അത് കഴിഞ്ഞിട്ടും അനീഷ് ആക്ഷൻ കാണിക്കുക, ഗിസലടുത്ത് ജ്യൂസ് കുടിക്കുക, മറ്റേ ആര്യൻ്റെ അടുത്ത് തല മുട്ടയടിക്കുന്നപ്പോൾ അനീഷ് ആക്ഷൻ നീ മിണ്ടരുത് എന്നൊക്കെ പറയുക കേട്ടോ. അവിടെ മിണ്ടായിരിക്കടാ, മുട്ട അടിച്ചാൽ ആർക്കും സന്തോഷമാവില്ല, വെറുതെ കളിയാക്കുള്ളൂ, വെറുതെ വേസ്റ്റ് ആവും 1000 പോയിൻറ്റ്സ്. മുട്ട അടിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫാദർ മരിച്ചാലാണ് ഞങ്ങളുടെ റിലീജിയനിലൊക്കെ മുട്ട അടിക്കുന്നത്, റിലീജിയസ് ആണ്, അങ്ങനെ റിലീജിയൻ കാർഡും ഇറക്കിയിട്ടാണ്. 1000 പോയിൻറ്റ്സ് എനിക്ക് പറ്റില്ല, എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പം അകത്തുനിന്ന് അഭിലാഷ് പറയണം നിങ്ങളെല്ലാവരും കൂടി ചൂസ് ചെയ്താണ് ഇവരെ, എനിക്ക് 1000 പോയിൻറ്റ്സ് വേണം, ഞാൻ പോവുകയാണെങ്കിൽ എന്തായാലും മുട്ടയടിക്കും. ആര് പറയും ഈ അനീഷിനെ പോലെ എനിക്ക് ഇരിക്കാനറിയാം, ഞാൻ ജ്യൂസ് കുടിച്ചോളാം ബിഗ് ബോസ് എന്നും പറഞ്ഞിട്ട്, പക്ഷേ ഇവളെ കൊണ്ട് മുട്ടയടിപ്പിക്കാൻ അയ്യോ ഞാൻ സമ്മതിക്കില്ല, ഹ്യൂമാനിറ്റിയാണ് ഇവിടെ വേണ്ടത് എന്നൊക്കെ പറയാം കേട്ടോ. അതിനിട്ട് അനീഷും പിന്നെ ആക്ഷൻ കാണിക്കുക, അവൾ ജ്യൂസ് കുടിക്കട്ടെ നീ മുട്ടയടിക്കുന്ന ആക്ഷൻ കാണിക്കുക, മിണ്ടായിരിക്കുന്നു പറയട്ടെ. അതിനിട്ട് അവിടെ അകത്ത് അഭിലാഷ് പറയാണ് ഫിസിക്കൽ ഉള്ളവർക്കേ ടാലൻ്റ് ഉള്ളോ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചൂസ് ചെയ്തില്ല, എനിക്കും പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ, എന്തുകൊണ്ട് എന്നെ അകത്തോട്ട് വിട്ടില്ല, പോയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിച്ചതിനൊക്കെ അഭിലാഷ് പറയണം. അപ്പോൾ ആര്യൻ ഞാൻ ജ്യൂസ് കുടിക്കാൻ റെഡിയാണ് ബിഗ് ബോസ്, അനീഷ് മിണ്ടാതിരിക്കാൻ റെഡിയാണ്, പക്ഷേ ഗിസേൽ മുട്ടയടിക്കാൻ റെഡിയല്ല എന്ന് പറയട്ടോ. അപ്പം ഇനി എല്ലാവർക്കും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാമെന്ന് പറയാം. അവിടെ ആര്യൻ മുട്ടയടിക്കണോ, ഞാൻ 1000 പോയിന്റ് ഞാൻ മുട്ടയടിക്കണോ. അപ്പോൾ അഭിലാഷ് അടിക്കണം, അനീഷിന് സംസാരിക്കാൻ പറ്റില്ല, ഗിസേലിന് മുട്ടയടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തീരുമാനിക്കുക ആര് വേണം മുട്ടയടിക്കണമെന്ന്. എന്തായാലും എനിക്ക് എൻ്റെ 1000 പോയിൻറ്റ്സ് വേണം. ഇത് ധൈര്യമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു ടാസ്ക്കാണ്, എന്തും എക്സ്പെക്റ്റ് ചെയ്യാം. 2 പേരിലും ഒരാൾ അടിച്ചോ, പോയിന്റ് വേണം, എന്തായാലും പോയിന്റ് കളയാൻ പറ്റില്ല എന്ന് അഭിലാഷ് പറയാണ്. ആര് മുട്ടയടിക്കാറായപ്പോൾ എല്ലാവരും മാറിയല്ലേ, എല്ലാവരും എഗെയിൻസ്റ്റ് ആയല്ലേ, അതിൻ്റെ വിഷമമുള്ളൂ എനിക്ക് എന്ന് പറയട്ടെ. അപ്പോൾ അക്ബർ ഞാനായിരുന്നു ഈ മുട്ടയടിച്ചത്, പക്ഷെ ആരും മുട്ടയടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അഭിലാഷ് ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ വാല്യൂ ഉള്ളൂ എന്നൊക്കെ പറയണം. അപ്പം ആര്യം പറയാം ഇവളുടെ തുണി ഉരിയാൻ പറഞ്ഞാൽ ഉരിയോ, അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ആവശ്യം ഇപ്പോൾ ഇവിടെ എന്തിനോ പറയണം അതറിയില്ല, പക്ഷേ പോയിൻറ്റ്സ് എന്തെങ്കിലും അവൻ്റെ ഭാഗം പറഞ്ഞ് കൺവിൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടി പറയണം. അഭിലാഷ് പിന്നെ വലിയ ധൈര്യം എന്നൊക്കെ പറഞ്ഞ് വന്നത് എന്തിനാ. അപ്പോൾ ആരും പറയാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ 2 ദിവസത്തെ ഭക്ഷണം വേണ്ടാന്ന് വെക്കാം, ഭക്ഷണമാണല്ലോ കിട്ടുന്നത് ഈ 1000 പോയിൻറ്റ്സ് വെച്ചാൽ, ഞാനത് വേണ്ടാന്ന് വെക്കാം, എനിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഭക്ഷണത്തിൻ്റെ കുറവല്ലേ അത് ഞാൻ നികത്താം. പക്ഷെ അവൾക്ക് മുട്ടയടിക്കാൻ സമ്മതിക്കില്ല, മുട്ടയടിക്കാൻ പറ്റില്ല എന്നറിയാം. അഭിലാഷ് അവൾ മുട്ടടിക്കാൻ ആര് പറഞ്ഞു. അപ്പോൾ ആര് നീ അവിടെ മിണ്ടായിരിക്കണം. അപ്പം അഭിലാഷ് എന്നോട് മിണ്ടായിരിക്കാൻ പറയാം, നീ ആരാടാന്ന് ചോദിക്കും. അപ്പം അപ്പാനി ആര് ഞാനടിക്കാടാ, അക്ബർ ഞാൻ മുട്ടയടിക്കാടാ അടിക്കാടാന്ന് പറഞ്ഞ് കയ്യിൽ തോണ്ടിയത് ഇച്ചിരി കൂടി അടിയായിപ്പോയി, ആ ആവേശത്തിൽ തോണ്ടിയതാണ്. അപ്പോൾ ഇവന് ദേഷ്യം വന്നു, ആര്യന് ദേഷ്യം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബാനി
ഇത് ഗിസേൽ പറയാം നമുക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ ആര് 750 പോയിൻറ്റ്സിന് ഫാമിലിനെ വിളിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾ ആ 750 പോയിൻറ്റ്സ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു, ഫാമിലിയിൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വാല്യൂ ഉണ്ടായിരുന്നില്ല ഈ 750ക്ക്. ഇപ്പോൾ 1000 പോയിൻറ്റ്സിൻ്റെ ഗെയിം വന്നപ്പോഴേക്കും നിങ്ങൾക്ക് 1000 പോയിൻറ്റ്സിന് ഭയങ്കര വാല്യൂ ആയി. ഈ 1000 പോയിൻറ്റ്സ് വെച്ചിട്ട് വെറും ഒരു ചിക്കനും മട്ടനല്ലേ കിട്ടാനുള്ളൂ. 1000 പോയിൻറ്റ്സിന് പെട്ടെന്ന് ഭയങ്കര ആവശ്യം വന്നു. ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യം നല്ല പറഞ്ഞു. അപ്പോൾ അഭിലാഷ് ഭൂരിഭാഗം തീരുമാനം എടുത്തേക്കണത്. അപ്പോൾ ആര് മിണ്ടാതിരിക്കുന്ന പറയാം, മിണ്ടായിരിക്കാൻ പറയാം, നീ ആരാടാന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് ഇടയ്ക്ക് കയറിട്ട്. അപ്പം ആര് 1000 പോയിൻറ്റ്സിന് ആകെ ഡ്രസ്സും ഫുഡും അല്ലേ കിട്ടുള്ളൂ. അപ്പോഴേക്കും ഗിസൽ അത് അവൻ്റെ ടാസ്ക് അല്ലല്ലോ, അത് എൻ്റെ ടാസ്ക് അല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ അക്ബർ പറയാം ഞാൻ മുട്ടയടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവനെ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറയാം. അപ്പോൾ അപ്പാന് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നീ എൻ്റെ പേര് പറയണം, ഞാൻ മുട്ടയടിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അഭിലാഷ് പറയാം വോട്ട് ചെയ്തോ പറയണം, എല്ലാവർക്കും എല്ലാവരും ആര്യനും ഗിസലിനും അല്ലേ പറഞ്ഞത്. അപ്പോൾ വോട്ട് ചെയ്തവരൊക്കെ കൂടെ പറയട്ടെ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. അപ്പം ഗിസൽ ആസ് എ ഗേൾ ഞാൻ മുട്ടയടിക്കണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഷാനവാസ് പറയാം മറ്റേ ആര്യൻ എന്തോ ആക്ഷൻ കാണിച്ചു. അപ്പം അഭിലാഷ് എന്ത് ആക്ഷനാണ് കാണിച്ചു അതിപ്പോൾ ഇവിടെ കുഴപ്പമില്ല, അത് ഇപ്പം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നൊരു ഇതിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അതിൻ്റെ അപ്പാന് നമ്മളൊക്കെ ആക്ടേഴ്സാടാ, നമ്മൾ മുടി വെട്ടണോടാ, നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നീ അത് പ്രൂവ് ചെയ്യും, നീ ഒരു ആക്ടർ അത് പ്രൂവ് ചെയ്യും എന്നൊക്കെ പറയാം. അപ്പോൾ ഒണിയിൽ പറയാം ഇനി ഒരിക്കലും നിങ്ങളുടെ പേരും അറിയില്ല, എവിടെ എന്ത് ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ ഇനി വിളിക്കൂല എന്ന് പറയട്ടെ. പിന്നെ ആര്യൻ അനീഷാണ് പ്രോബ്ലം, ഞങ്ങൾ റെഡിയാണ്, എക്സ്ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, അനീഷാണ് പ്രോബ്ലം. അപ്പോൾ റേന അപ്പോഴേക്കും ഞാൻ പറയും അത് ശരിയാണ്, എല്ലാവരെയും ഒരേപോലെ ബ്ലെയിം ചെയ്യണം എന്നൊക്കെ പറയാം. അകത്തിരുന്ന് പറഞ്ഞാൽ അനീഷ് ചേട്ടൻ ചെയ്താണ് ശരിയെന്ന് പറഞ്ഞാൽ പുറത്ത് വന്നപ്പോഴേക്കും ഇവരെ കണ്ടപ്പോഴേക്കും ആൾ മാറിയിട്ടാണ്. പിന്നെ ആര്യൻ ഞാൻ മുട്ടയടിച്ചാൽ ഇനി വരുന്ന എല്ലാ ടാസ്കിലും എന്നെ എടുക്കണം, ഒരു എവിക്ഷനിലും എന്നെ വിളിക്കാൻ പാടില്ല, മിഡ് വീക്ക് എവിക്ഷനിൽ ഞാൻ പോകണമെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്കിത് സമ്മതമാണോ? അപ്പോൾ ഞാൻ മുട്ടയടിക്കാൻ റെഡിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ലേ? അപ്പോൾ അഭിലാഷ് അങ്ങനെ ചെയ്യണം, അതാണ് ധൈര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആര്യൻ ഓക്കെ ഞാൻ മുട്ടയടിച്ചോളാം, നിങ്ങൾ ഓക്കെ ആണോ, ഈ പറഞ്ഞതിന് ഓക്കെ ആണോ? അപ്പോഴേക്കും മറ്റേ സാരിക പറഞ്ഞാൽ വേണ്ട, ചേച്ചി റെഡിയല്ല, പിന്നെ നൂറ റെഡിയല്ല, ശാരിക റെഡിയല്ല, അനു റെഡിയല്ല, അപ്പോൾ അനു റെഡിയല്ല, ഓക്കെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞാൻ മുട്ടയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വേഗം പ്ലേറ്റ് മാറ്റിയിട്ടാണ്. അപ്പോൾ ആര്യൻ ജ്യൂസ് കുടിക്കാൻ ഞാൻ റെഡിയാണ്, അക്ബർ പെണ്ണിനെ കൂടെ മുടി വെട്ടിക്കാൻ നോക്കണടാ, വലിയ ഡയലോഗൊന്നും നീ പറയണ്ട അതൊക്കെ പറയാം. ആര്യൻ ഇപ്പം പെണ്ണിൻ്റെ കാർഡായി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പറയാം. അപ്പാന് ഒരു സിനിമയാണെങ്കിൽ നീ ഇത് മുട്ടയടിക്കില്ല, നീ ക്യാരക്ടറിന് മുട്ടയടിക്കില്ല. അപ്പോൾ ആര്യൻ പറയും ഇല്ല ഞാൻ അടിക്കില്ല എന്ന് പറയാം. അപ്പോൾ ആര്യൻ ജ്യൂസ് കുടിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇനി ബിഗ് ബോസ് ചോദിക്കണം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സിറ്റിംഗ് റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു, ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് സിറ്റിംഗ് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ബിഗ് ബോസ് ചോദിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ധൈര്യശാലികൾക്ക് എന്ത് പറ്റി ചോദിക്കുക. അപ്പോൾ ധൈര്യം ചോർന്നു പോയി എന്ന് പറയട്ടെ. ചാലഞ്ച് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ ധൈര്യശാലികളെ തിരഞ്ഞെടുത്ത ആൾക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു 3 പേരും. അങ്ങനെ നിങ്ങൾക്ക് 1000 പോയിൻറ്റ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ആകെ 250 പോയിൻറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് ടാസ്ക് ക്യാൻസലായല്ലോ. പിന്നെ അനീഷ് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അനീഷ് ഞാൻ ഓൾറെഡി എന്ന് പറയുമ്പോഴേക്കും മിണ്ടായിക്കിടാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചാടിയിട്ടു. അക്ബറും അപ്പാനിയും എല്ലാവരും കൂടെ നീ വാ തുറന്നു പോരുന്നു, നീ വാ തുറക്കാണ്ട് ഞങ്ങൾ നോക്കിയിരിക്കരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം അല്ല നിങ്ങൾ ടാസ്ക് ലെറ്ററിലെ കാര്യം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അക്ബർ ഒരു പില്ലോ എടുത്തിട്ട് ടേർ വെച്ച് കൊടുക്കും. അത് അനീഷ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അനീഷ് പെട്ടെന്ന് സ്റ്റക്കായി കുറച്ച് നേരത്തേക്ക്. അപ്പോഴേക്കും എല്ലാവരും അക്ബറിനെ ചാടിക്കയറിപ്പിടിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടുത്തെ സാധനങ്ങൾ എടുത്തെറിയാൻ പാടില്ല, അത് എഗെയിൻസ്റ്റ് റൂളാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അക്ബറിനെ വേഗം കയറി പിടിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ആര്യൻ ഞാൻ ഫുഡ് കഴിക്കാതിരുന്നാൽ പോരെ, അത് ഞാൻ ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് അക്ബർ അനീഷിനടുത്ത് പറയാം നിന്നെക്കാളും അനിമരാണ്ട ബാക്കി 2 പേരും, ആ 2 ആൾ പിന്നെയും എത്ര നല്ലതായിരുന്നു, നിൻ്റെ പോലെ മിണ്ടാതിരിക്കുകയല്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അനീഷ് ആ ടാസ്ക് ലെറ്ററിലുണ്ടായിരുന്നു ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണമെന്ന്, അത് ശരിക്കും പാലിച്ചത് ഞാനാണ്. അപ്പോൾ അപ്പാനി പറയാം നിനക്ക് എന്തൊരു വിശ്വാസം, നിൻ്റെ അടുത്ത് ബിഗ് ബോസ് തന്നെ മിണ്ടിക്കൊള്ളാൻ പറഞ്ഞു, എന്നിട്ട് നീ മിണ്ടായിരുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ശാരിക്കാൻ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞല്ലേ ചേട്ടാ പിന്നെന്താ മിണ്ടിയാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനീഷ് അങ്ങനെയില്ല, നിനക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല, ആര്യൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബിഗ് ബോസ് അങ്ങനെ പല ട്രിക്കും പറയും, പക്ഷെ ഞാനാണ് ധൈര്യമായിട്ട് റൂമിലേക്ക് കയറിയത്, ഞാനാണ് ടാസ്ക് എടുക്കാൻ ആദ്യമായിട്ട് റെഡിയായത്.
അപ്പോൾ എനിക്ക് തന്ന ടാസ്ക് ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അവൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ ഓൾറെഡി അത് എടുത്തു കഴിഞ്ഞു, ആ ടാസ്ക് എടുത്തു കഴിഞ്ഞു. പിന്നെ ആരെയും ഗിസനും കൂടി ഇന്ന് സംസാരിക്കണേ. ആരും എല്ലാ ടാസ്കുകളും നമ്മളെയാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ മറ്റവരൊക്കെ എന്താ സേഫ് ഗെയിമേഴ്സൊക്കെ അവിടെ അങ്ങനെ ഇരിക്കണം, നമ്മളെ വിട്ടിട്ട് അവരാണ് എല്ലാം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആൽഫ കിഡാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ വേറെ മൊണ്ണ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലും അങ്ങനെ പറയില്ല. ഇവിടെ എല്ലാവരും എന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനി വന്നിട്ട് ചോദിക്കാം, നീ എന്തുകൊണ്ട് മുട്ട അടിക്കുന്നില്ല, നിനക്ക് തന്നൊരു ടാസ്ക് അല്ലായിരുന്നു അത് എന്നൊക്കെ അപ്പാനി പറയാം. അപ്പോൾ ആരും പറയാം, നീ നിൻ്റെ വൈഫിനെ വേണ്ടാന്ന് വെക്കുമായിരുന്നോ, 750 പോയിൻറ്റ്സ് ഫുൾ നമ്മുടെ ഫാമിലിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൻ്റെ ഫാമിലീനെ കാണണ്ടെന്ന് നീ തീരുമാനിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉള്ളൂ, ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിന് പറഞ്ഞാൽ അതിന് ഞാൻ അവിടെ പോയിട്ടില്ലല്ലോ, അത് അവരല്ലേ സെലക്ട് ചെയ്തത്, ഫാമിലി മതി എന്നുള്ള സെലക്ട് ചെയ്ത്. അതിന് പറയാം, അല്ല എനിക്ക് 750 പോയിൻറ്റ് മതി, രേഷ്മേനെ കണ്ട വൈഫിനെ കണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുമോ. ഗസൽ പറഞ്ഞു, നമ്മളെല്ലാവരും സെൽഫിഷാണ് അപ്പനെ, നമ്മളെല്ലാവരും സെൽഫിഷ്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ ആര്യം പറയാം, ഫാമിലി മീറ്റ് ചെയ്യുന്നത് മുടി പഠിക്കുന്ന രണ്ട് ഏകദേശം ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി 750 പോയിൻറ്റ്സ് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തുകൊണ്ട് 1000 പോയിൻറ്റ്സ് പോയി, നമുക്ക് ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എക്സ്ട്രാ ഫുഡിന് വേണ്ടിയിട്ടല്ലേ കളിച്ചത്, അതിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് സിനിമ എൻ്റെ ലൈഫാണ്, സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം മുട്ടയടിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ഈ 1000 പോയിൻറ്റ്സിന് വേണ്ടി എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം നീ അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഹീറോ ആയേനെ. ആ അഭിലാഷൊക്കെ ഉണ്ടല്ലേ, അഭിലാഷിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അവന് എന്തൊക്കെയാണ് പറയണതൊക്കെ മറ്റേ അപ്പാനി വരാം. അപ്പോൾ ആരും അഭിലാഷ് ഞാൻ കോമ്പറ്റീറ്ററായിട്ട് പോലും കണ്ടില്ല, അവൻ്റെ മുമ്പിൽ ഇപ്പോൾ ജയിച്ചിട്ട് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനാണ്, അവൻ്റെ മുമ്പിൽ എനിക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഇപ്പം ഇമാജിൻ ഞാനിപ്പം അതൊക്കെ കേട്ടിട്ട് ഞാനിപ്പോൾ മുട്ട അടിച്ചു എന്ന് വെച്ചോ, എന്നിട്ട് പിന്നെന്താണ്, പിന്നൊന്നുമില്ല, അവൻ്റെ ഈഗോയുടെ മുമ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ട, അവൻ്റെ ഈഗോ എനിക്ക് ജയിപ്പിക്കേണ്ട, അങ്ങനെ വേണ്ട എന്നൊക്കെ പറയാം. എന്നിട്ട് അക്ബറും അപ്പാരിയും കൂടെ സംസാരിക്കാം. അക്ബറിനടുത്തൊക്കെ, നീ എന്തിനാ അടിച്ചത്, ആര്യനെ ആ സമയത്ത് ഇങ്ങനെ തട്ടിയതുള്ളൂ, പക്ഷേ ആര്യനത് അടിച്ച പോലെ തോന്നി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് അടിച്ച അല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവരുടെ ഡൈനിങ് ടേബിളിൽ നിന്നിട്ട് സംസാരിക്കണം. അപ്പം അക്ബറും അപ്പാനും കൂടെ സംസാരിക്കണം. അപ്പോൾ അപ്പാൻ പറഞ്ഞു, നീ എന്തിനാ അവനെ അടിച്ചത് എന്ന് പറയാം. ഞാൻ അടിച്ചതല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടിയപ്പോൾ ആ ടൈമിൽ അവൻ അങ്ങനെ തോന്നിയതാണ് എന്നൊക്കെ പറയാം. എന്നിട്ട് ഒനീലിനെ അവനൊരു ആക്ഷൻ കാണിച്ചു, പിന്നെ അത് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഒനീലെടുത്ത് ചോദിച്ചു, അപ്പോൾ അവൻ അത് കാണിച്ചത് നിനക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ല, അതും തെറ്റാണ് എന്ന് ഒനീൽ പറയണം, പക്ഷേ അവൻ ആക്ഷനൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്താ ആക്ഷൻ കാണിച്ചതെന്ന് അറിയില്ല. പിന്നെ അതിൽ നൂറയും സാരിക്കും കൂടെ സംസാരിക്കണം, ഇങ്ങനെ മറ്റേ ബീൻ ബാഗിൻ്റെ മുകളിലിരുന്ന് സംസാരിക്കുക. അവർ 3 പേരും ഗെയിം കളിക്കുകയാണ്, അവർ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നൂറ് പറയാം, ശാരിക രേണു എന്നൊക്കെ പറയുമ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു, മറ്റേ ആര്യനെ പറ്റിയായിട്ട് പറയണേ. അപ്പോൾ അതിൽ പറഞ്ഞു, അതിനാണോ അഭിലാഷ് ചൂടായത് എന്ന് ചോദിക്കുക. അപ്പോൾ ശാരിക, അവൻ ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ട്, ടാസ്ക് ഒക്കെ ജയിക്കുന്നുണ്ട്, അതിൽ അത് മാത്രമേ ഉള്ളൂ, ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ശാരിക, ബുദ്ധിയില്ല, വിവരമില്ല, ഒന്നുമില്ല എന്ന് പറയട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ അനു ആര്യം കൂടെ ഇവിടെ നിൽക്കുക, കിച്ചണിൽ നിൽക്കണേ. നിൻ്റെ ഗിസലിനെ വിളിക്കട്ടെ, എൻ്റെ ഗിസലിനെ വിളിക്കട്ടെ. അതിൻ്റെ ഗിസൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനു പറയാം. അപ്പം ഗിസൽ കുറച്ച് മെൻ്റലി ഡൗൺ ആയിരിക്കുകയാണ് എന്ന് പറയാം. അപ്പം അനു പറയാം, ഞാനായിരുന്നെങ്കിൽ മുട്ടടിച്ചേനെ, എത്ര ഗേൾസ് ഇവിടെ റെഡി ആയിരുന്നുണ്ടോ മുട്ടടിക്കാൻ, ഞാൻ മുട്ടടിച്ചേനെ. അപ്പോൾ ആരും പറയാം, നീ അങ്ങനെ മുട്ടടിക്കുമെന്ന് എനിക്ക് ഷുവറായിരുന്നു, എന്നാലും പക്ഷേ എൻ്റെ ഒരു ഫാദറിൻ്റെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അനു പറഞ്ഞു, എടാ 5000 പോയിൻറ്റ്സ് ആയിരുന്നെങ്കിൽ നീ മുട്ടടിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. 5000 അല്ല, ഒരു 10,000 ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അനു, 10,000 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 10,000 പോയിൻറ്റ്സും 1 മിനിറ്റും കിട്ടിയിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അപ്പം 10,000 പോയിൻറ്റ്സ് 1 മിനിറ്റ് കിട്ടുന്നത്, അപ്പോൾ നിനക്ക് അച്ഛൻ്റെ ഒന്നും പ്രശ്നമില്ലല്ലേ എന്ന് പറയാം. അല്ല, അത് ഞാനിപ്പോൾ വിഷമിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചേനെ എന്ന് പറയാം. ശരി, അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കിച്ചണിൽ നിൽക്കുള്ളൂ, അനുവും ആര്യയും കൂടെ നിൽക്കുക. അപ്പോഴേക്കും നവീൻ വന്ന് നിൽക്കുക. നവീൻ നിൽക്കുമ്പോൾ നവീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ കാണിച്ചിട്ട് അനു ആര്യൻ്റെ കൈ പിടിച്ച് തക്കാളി ഇരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നവീൻ പറയും, എടി നിൻ്റെ ഓവർ അഭിനയമാണ് കേട്ടോ, നിന്നെ ആരാണ് അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത്, സീരിയലിലേക്കും സിനിമയിലൊക്കെ സെലക്ട് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത സീനിൽ നവീന് റിതപ്പൻ മറ്റേ രേണുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ വിഷയമായിട്ട് പറയാം, മോനെ 1ാം ക്ലാസ്സിലാകുമ്പോൾ അല്ലേ മോനെ ഹോംവർക്കൊക്കെ എങ്ങനെ ചെയ്യാതിരിക്കണം, ക്ലാസ്സിൽ ഇങ്ങനെ ആബ്സെൻ്റ് ആവണം എന്നൊക്കെയുള്ള ഞാൻ അങ്കിൾ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറയാം.
പിന്നെ അഭിലാഷ് ഓണിയിലെ അടുത്ത് പറയാം, ആര്യൻ മോന് ഇന്ന് ഞാൻ കൊടുക്കണ്ട, ഞാൻ കൊടുത്തു ഫോണിൽ. അപ്പാനിക്ക് ഞാൻ നാളെ കൊടുക്കും, സോറി എന്നൊക്കെ പറഞ്ഞാൽ വരും, എന്തിനു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. പിന്നെ ബിഗ് ബോസ് പ്ലസ്സിൽ കാണിച്ചതേ, എന്താ അവിടെ ഹിന്ദി പടം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മുടി വെട്ടുന്നതൊക്കെ. ഒരു പെണ്ണിനെ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ, തുണി ഒരുക്കുമോ എന്നൊക്കെ വെച്ചാൽ എന്തൊക്കെയായിരുന്നു. ഇതൊരു ബിഗ് ബോസ് ഹൗസാണ്, അവിടെ മൈൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ബിഗ് ബോസ് അതിന് തയ്യാറാവില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്രയും ഗഡ്സ് ഉണ്ടോയെന്ന് അവർ ചെക്ക് ചെയ്യാണ്. മുടി മുറിക്കാൻ എന്തായാലും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം, അതായത് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും അവൻ്റെ ഷോ ഓഫ് എന്തായിരുന്നു, എല്ലാവരും കിഡാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. കിഡാണെങ്കിൽ വീട്ടിലിരിക്കണം എന്ന് പറയാം കേട്ടോ. എൻ്റെ ആദില ഈ ആഴ്ചയിൽ അപ്പോൾ പണിപ്പുര ഇല്ല എന്ന് പറയാം. അപ്പോൾ പിന്നെ അനീഷേട്ടൻ ചെയ്തത് ശരിയാണ്, ഞാൻ പിന്നീട് ആലോചിച്ച് നോക്കി, ചെയ്ത വളരെ കറക്റ്റാണ്. ആ ടാസ്ക് തുടങ്ങിയ സമയം മുതൽ മിണ്ടാതിരുന്നു. നൂറ ഞാനും അത് ആലോചിച്ചു എന്നറിയാം. പിന്നെ ബിഗ് ബോസ് കഴിയും വരെ മിണ്ടാതിരിക്കാൻ എന്തായാലും അത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ പുള്ളി പിടിച്ചു നിന്നു, പുള്ളി ഒരു മൈൻഡ് ഗെയിമറാണ് എന്ന് പറയാം. പിന്നെ എന്നിട്ട് ആര്യൻ മറ്റേ എന്താണ് അക്ബറിൻ്റെ അടുത്ത് പറയാം, എനിക്ക് ആ ഗെയിം പൊളിക്കണമായിരുന്നു, പൊളിയുമ്പോൾ അത് നല്ല രീതിയിൽ പൊളിയണമെന്നുണ്ടായിരുന്നു. അക്ബർ പറയാം, നിൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലേ, നീ എന്നിട്ട് വെറുതെ ഭയങ്കര ഓവറാക്കുക, വലിയ എന്താണ് മാസ് ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് അടുത്ത സീനിൽ നമ്മുടെ അക്ബർ ഈ ശാരികനെ കളിയാക്കി പറയട്ടെ, ബിഗ് ബോസിൻ്റെ സൗണ്ടിൽ രാവിലെ 11:30. എന്നിട്ട് ശാരിക രേണു ക്ഷമിക്കരുത്, അതൊരിക്കലും ക്ഷമിക്കരുത്, 1:40 ബിന്നി അയാൾ ഇത് തെറ്റാണ്. പിന്നെ ഓരോരുത്തരത്ത് പോയിട്ട് ഓരോ ഡയലോഗ് പറഞ്ഞല്ലോ. 3:30 ശാരിക അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ 8:30 അവരെന്ത് പ്രശ്നം ചെയ്തു, വൈകുന്നേരം ആകുമ്പോൾ 10:30 ഒന്ന് കിടന്ന് ഉറങ്ങുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോ ഡയലോഗായിട്ട് ശാരികയുടെ മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ ശുചിത്വം നന്നായി പാലിക്കുന്ന ആളും പാലിക്കാത്ത ആളും അതാണ് പറയാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അനീഷ് ശുചിത്വം ഇല്ലാത്ത ആളായിട്ട് ഷാനവാസും, ഉള്ള ആളായിട്ട് ബിന്നീനെയും, അപ്പാനി ശുചിത്വം ഇല്ലാത്ത ആളായിട്ട് അക്ബറും, ഉള്ള ആളായിട്ട് ബിന്നി, അബി ശുചിത്വമില്ലാത്ത രേണു, ശുചിത്വം ഉള്ളത് ശൈത്യ, ശാരിക ശുചിത്വം ഇല്ലാത്തത് രേണു, ശുചിത്വം ഉള്ളത് ബിന്നി, ഷാനവാസ് ശുചിത്വം ഇല്ലാത്തത് രണ, ഉള്ളത് അനീഷ്, ശൈത്യ ശുചിത്വം ഇല്ലാത്ത ഗിസേൽ, ഉള്ളത് അനീഷ്, ആദില നൂറ ശുചിത്വം ഇല്ലാത്ത റെന, ഉള്ളത് അനീഷ്, ബിന്നി ശുചിത്വം ഇല്ലാത്ത അനീഷ്, ഉള്ളത് അനു, സരിക ശുചിത്വം ഇല്ലാത്ത അനീഷ്, ഉള്ളത് അനു, അക്ബർ ഇല്ലാത്തത് ആര്യ, ഉള്ളത് ബിനി, രേണു ശുചിത്വം ഇല്ലാത്ത അനീഷ്, ഉള്ളത് അഭിലാഷ്, പിന്നെ നവീൻ ശുചിത്വം ഇല്ലാത്തത് അക്ബർ, ഉള്ളത് ബിന്നി, റെന ഇല്ലാത്തത് ആദില നൂറ, ഉള്ളത് ബിനി, ഒണിയിൽ ശുചിത്വം ഇല്ലാത്തത് ബിനി, ഉള്ളത് അനു ശുചിത്വം ഇല്ലാത്തത് രേണു, ഉള്ളത് ബിനി, പിന്നെ ഗിസേൽ ശുചിത്വം ഇല്ലാത്ത രേണു ഉള്ളത് ബിനി, ആര്യൻ ഇല്ലാത്തത് നവീൻ, ഉള്ളത് അമി, പിന്നെ ബിന്നി അത് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിപ്പോൾ അനു പറഞ്ഞല്ലോ, മറ്റേ രേണുവിനെ പറഞ്ഞു. രേണുവിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താ ഹെയർ മറ്റേ പെയിൻ വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ചൊരു ഇഷ്യൂ ആയി. പിന്നെ എന്നിട്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശുചിത്വം ഉള്ളതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ബിന്നിനാണ്, ഡോക്ടർ ബിന്നിന് ഹെയ്സൽ നട്ടിൻ്റെ ഒരു ചോക്ലേറ്റൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. പിന്നെ ഇല്ലാത്തത് രേണു, രണ, അനീഷ്. അപ്പോൾ അവർക്ക് 3 പേർക്കും ഒരു ബിഗ് ചോക്ലേറ്റൊക്കെ കൊടുക്കും, അവർ നന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രേണു അനുവിൻ്റെ അടുത്ത് കണ്ടിട്ട് ഒന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാനിനി ഇവിടെ നിന്നത് എല്ലാവർക്കും പകരും, അതുകൊണ്ട് ഞാൻ ഇവിടെ ക്വിറ്റ് ചെയ്യാൻ പോകണം, എനിക്ക് വീട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അതിപ്പോൾ അതൊരു ഗെയിമായിട്ട് എടുത്താൽ പോലെ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ടും പിന്നെ അടുത്ത സ്ഥലത്ത് രണ ഫാത്തിമയും ഷാരികയും കൂടെ സംസാരം. എനിക്ക് ചേച്ചി എല്ലാം കണ്ടിട്ടുണ്ടാകും, ചേച്ചി പകുതി കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാന്നൊക്കെ പറയാം. അപ്പോൾ ശാരിക പകുതി കണ്ടിട്ടൊന്നുമില്ല, നീ പേഴ്സണലി ഹൈജീൻ ഇല്ലാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല, കിച്ചണിൽ വരുന്ന സമയത്ത് കൈ കഴുകിയിട്ടൊന്നുമല്ല വരണം. ആ കിച്ചണിൽ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എവിടെ ഞാൻ സ്ലാബിൻ്റെ അവിടെ നിൽക്കില്ല, അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി ഹാൻഡ് വാഷ് ചെയ്യും, ഞാൻ ഡെറ്റോളിട്ട് കഴുകി ടിഷ്യൂ വെച്ച് തുടയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടാവും. പിന്നെ രേണു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ, എല്ലാവരും കൂടെ വരും, സമാധാനിപ്പിക്കും, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം, എനിക്ക് വീട്ടിൽ പോകണം, അപ്പോൾ ഈ ചെറിയ കാര്യത്തിന് ചേച്ചിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സമാധാനിപ്പിക്കലും അങ്ങനത്തെ ഒക്കെ കുറേ സീൻ.
അതിൻ്റെ അനീഷ് വിളിച്ചിട്ട് നമ്മുടെ ആനുവിനടുത്തേക്ക് ശരിക്കും ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടോ, മറ്റേ രേണുവിന് ഇങ്ങനെ മുടിയിൽ പെയിൻ വരാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, ഞാൻ പല പ്രാവശ്യം പെയിൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അപ്പം അനീഷ് എപ്പോഴും പോയിട്ട് എല്ലായിടത്തും കൺഫേം ചെയ്തോ ഉള്ളത് തന്നെയാണോ ഇവർ ഈ പറയുന്നതൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദില നൂറ അവർ തമ്മിലുള്ള സംസാരം. അപ്പോൾ അതിലെടുത്ത് നൂറ് പറയും, നീ എന്തിനാണ് ഈ ശാരികനെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത്, അത് പേഴ്സണലി എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൽ പറയാം, എനിക്കത് കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് തോന്നുന്നു, എനിക്കിപ്പോൾ മിണ്ടാൻ തോന്നുന്നില്ല, അങ്ങനെ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിനക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, ഞാനത് ഓട്ടോമാറ്റിക്കലി പിന്നെ ഓക്കെ ആയിക്കോളും, പക്ഷേ എനിക്കിപ്പോൾ അതങ്ങനെ മിണ്ടാൻ തോന്നുന്നില്ല, ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ സംസാരിക്കാം. പിന്നെ എന്നിട്ട് ഗിസേൽ നമ്മുടെ ബിന്നിയെടുത്ത് സംസാരിക്കാം. എക്സ്ട്രാ ഫുഡിന് വേണ്ടിയിട്ട് മുടി വെട്ടണോ, ഞങ്ങൾ ജെന്യുവിനാണ്, അതുകൊണ്ടാണ് ഞങ്ങളതങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞ റോങ് അല്ല, അവൻ പറഞ്ഞ ശരിയല്ല. എല്ലാ ടാസ്കും എല്ലാവർക്കും പറ്റില്ല. ചിലപ്പോൾ മുടി കുറച്ച് കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ മുടി പഠിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ല, പക്ഷേ നിനക്കത് പറ്റില്ല. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ, എല്ലാവർക്കും ആ ടാസ്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണെന്നൊക്കെ പറയും. പിന്നെ അതായിട്ട് ആര്യനും അപ്പാനിയും പറയാം, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. മറ്റേ അക്ബറുമായിട്ട് ചേർന്ന് കളിക്കുന്നതിനെ പറ്റിയാണ് കേട്ടോ പറയണത്. പിന്നെ അടുത്ത സീനിൽ കളിക്കുന്ന അക്ബറും ആര്യം, എനിക്കത് അടിച്ചതായിട്ട് ഫീൽ ചെയ്തു ആ സമയത്ത്. അപ്പോൾ അക്ബർ പറഞ്ഞു, ഇല്ല ഞാനിങ്ങനെ തട്ടിയുള്ളൂ, പക്ഷേ ആ ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തട്ടിയപ്പോൾ നിനക്ക് ഫീൽ ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അവർ പറഞ്ഞ് സോൾവ് ആക്കും. എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാനിയാണെങ്കിലും അക്ബറാണെങ്കിലും വലിയ പുപ്പുലികളായിട്ട് കിടന്നിട്ട് ഈ ആര്യൻ്റെ ഗിസലിൻ്റെ മുമ്പിൽ അടിയറ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് വേറെ കാര്യം, അവർ അവരുടെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മുടെ ആര്യനും ഗിസലും കൂടെ ഇങ്ങനെ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിൽ കൂടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്, 1000 പോയിൻറ്റ്സിന് വേണ്ടി കുറച്ച് എക്സ്ട്രാ ഫുഡിന് വേണ്ടി നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യണോ, മുട്ടയടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഡിസ്കഷൻ. നമ്മൾ പ്രാക്ടിക്കലാവണം. ചിലപ്പോൾ കുറച്ച് ഷർട്ടോ പാൻറ്റോ അല്ലെങ്കിൽ ചെരുപ്പോ ഒക്കെ കിട്ടുമായിരിക്കും, എന്താ കാര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാരണം ആര്യനൊക്കെ ഇതുണ്ടല്ലോ ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആര്യനത് അതിൻ്റെ പ്രോബ്ലം ഇല്ല. അപ്പോൾ അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. ഇനിയിപ്പോൾ നാളെ കാണിക്കാൻ പോണത് ഇത് ആദ്യം ജസ്റ്റ് ഒരു പ്രൊമോ കാണിക്കാം. അതിനകത്ത് നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. ഒരു 1500 പോയിൻറ്റ്സിൻ്റെ ഗെയിമാണ് ഇനി ഫിഫ്ത്ത് ടാസ്ക് ഉള്ളത്. അപ്പം ധൈര്യശാലികളും ത്യാഗികളും എല്ലാവരും കൂടെ കൂടിയിട്ട് പോയിൻറ്റ്സ് നഷ്ടമാക്കിയല്ലോ എന്നൊക്കെ പറയുന്നത്. നാളെ എന്തോ ഡിബേറ്റ് ഗെയിമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നാളത്തെ ഗെയിം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും അടിപൊളി എപ്പിസോഡായിരിക്കും നാളെ ഉള്ളതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.